കോവാലോ എന്തോ എന്താ അവിടെ തേങ്ങ ചോദിച്ച എന്നെ വേണം തല്ല. അളിയോ ആ ഒരു ബുദ്ധി കിട്ടി. ആ തലേന്ന് പോണേന് മുമ്പ് ഇങ്ങോട്ട് അടുത്തിട്ട് എന്നെ തിളച്ചു കിടക്കുക. ആരെടുത്ത് പിന്നെ പറ എന്താന്ന്. എന്റെ അളിയ നമുക്ക് അവനെ കൊണ്ടൊന്ന് പ്രേമിപ്പിച്ചാലോ? നിന്നെ ചാവുന്നതിന് മുമ്പ് ഇത്തിരി കള്ളു കുടിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ. എടാ അതിന് വന്നല്ലോ. അതിനു മുമ്പ് ഇവന്റെ കല്യാണം നടക്കണ്ടേ നമ്മൾ ചാവണേന് മുമ്പ്. അല്ലാതെ ഈ കോലം വെച്ച് പ്രേമിച്ച് കെട്ടാനാണെങ്കിൽ ഇത് എപ്പോ നടക്കാനാ? എന്റെ അളിയ പ്രേമത്തിന് കണ്ണുമൂക്കൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ബോധം പോലും ഇല്ല. അതൊക്കെ നമുക്ക് എങ്ങനെ അറിയാം? ബോധമില്ലാത്തോണ്ടല്ലോ എന്റെ പെങ്ങൾ അളിയനെ പ്രേമിച്ച് കെട്ടിയത്. എടാ ഇത് അതുപോലെ അല്ല. പ്രേമിക്കുക എന്ന് പറഞ്ഞ വലിയ ചെലവുള്ള കാര്യമാ. അതൊക്കെ പണ്ട്. ഇപ്പോഴത്തെ പൈമാര് പ്രേമിച്ചാണ് കോടികൾ ഉണ്ടാക്കുന്നത്. അതിനൊക്കെ ചെറിയ ടെക്നിക്ക് ഉണ്ടല്ലയാ. അടുത്ത അടിക്കുള്ള വകുപ്പായിരിക്കും. ഇവനും മനസ്സിലായില്ലല്ലോ. ഇത് അങ്ങനെയൊന്നും അല്ല. ഉദാഹരണത്തിന് നീ ആദ്യമായിട്ട് ഒരു പെണ്ണെ കാണേ, അവളെ നീ മൈൻഡേ ചെയ്യരുത്. പിന്നെ നീ അടുത്ത് ഒളിഞ്ഞു നിന്ന് അവളെ നോക്കണം, അടിമുടി. എന്നിട്ട് അവൾ അടുത്ത് ചെന്നിട്ട് പറയണം ബ്ലൗസ് മാറി കിടക്കുന്നു, ബ്രാ കാണാം. അപ്പോഴവള് ചൗക്കുറ്റിക്കൊരെണ്ണം തരും. അത് സ്ത്രീകളുടെ മനഃശാസ്ത്രം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. എന്റെ അളിയെ നമ്മൾ അങ്ങനെ പറഞ്ഞാലേ അവരോട് ആത്മാർത്ഥതയുള്ളതായിട്ട് അവർക്ക് തോന്നുള്ളൂ. നമ്മൾ അതിൽ കയറി അങ്ങ് പിടിക്കണം. പ്രേമിച്ചില്ല, അതിനു മുമ്പേ അതിൽ കയറി പിടിക്കാനുള്ള ബൂതി പോടെ. ഈ പ്രേമം മണ്ണാകട്ടെ ഒന്നും ശരിയാവില്ല മാമ. മോനെ, നിന്റെ അമ്മാവന് വിവരമില്ലാതെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ തള്ളിക്കളയാനുള്ളതല്ല പ്രേമം. അത് മനസ്സിന്റെ ഒരു വിങ്ങലാണ്. അവിടെ കറുപ്പും വെളുപ്പും ഒന്നുമില്ല. ദൈവികമായ ഒരു അനുഭവം മാതിരിയാണ്. അതാണ് യഥാർത്ഥ പ്രേമം. മരണത്തിന് പോലും അതിനെ തോൽപ്പിക്കാൻ പറ്റൂല. പെങ്ങളെ ഓർത്ത് കാണും, പാവം. നിനക്ക് വേണ്ടി ഒരു പെണ്ണ് ജനിച്ചിട്ടുണ്ട്. അവള് വരും. സമയമാകുമ്പോ നിന്നെ തേടി വരും. വെറുതെ വിഷമിക്കണ്ട കേട്ടാ. അളിയോ അളിയോ ചമ്മന്തി അരക്കണ്ടേ? ഞാൻ അരക്കാം. അനന്തു ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കുന്നത്. സവണ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുമായിരുന്നു. നീ കുറെ നാളായി ഇത് തന്നെ പറയുന്നത്. ഞാൻ വിളിച്ചാൽ നീ ഒന്ന് ഫോൺ പോലും എടുക്കൂലല്ലോ. അയ്യോ അണ്ണാ, കാശിന്റെ കാര്യം ഉടനെ ശരിയാക്കാം. അതൊന്നും എനിക്ക് അറിയണ്ട. നിന്റെ കൂടെ വിസ അടിച്ചവന്മാരെല്ലാം മുഴുവൻ പൈസയും തന്നു. ഇനി നീ മാത്രമേ തരാവുള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ കൈ കാശില്ലാതെ ഇമാതിരി പരിപാടിക്ക് വരില്ലെന്ന്. ഇപ്പൊ അവന്മാരുടെ ചീത്ത മൊത്തം ഞാൻ കേൾക്കണം. ഇല്ല, ഇനി ഒരു അവധിയില്ല. ഉടനെ കാശ് റെഡിയാക്കാം, ഉറപ്പ്. തന്നാ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ അഡ്വാൻസ് തന്ന പൈസ കാക്ക കൊണ്ടുവന്ന് കരുതിയാൽ മതി. പൈസ കൊടുത്ത് ഇതൊക്കെ നടക്കൂടെ? ഗൾഫിൽ പോയാൽ കുഴിച്ചെടുക്കാന്നാണ് അവന്റെ വിചാരം. പറഞ്ഞിട്ടും കാര്യമില്ല. നിനക്കതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു? അന്നേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ട. ഇവിടെ എന്നിട്ടൊരു കാര്യമല്ലടാ. വീട്ടിലാണെങ്കിൽ എന്നും പ്രശ്നമാണ്. അതിന് നിന്റെ അച്ഛൻ്റെ പൂത്ത കാശുണ്ടല്ലോ, അതും തരൂലേ? അതല്ലേ കുഴപ്പം. ചത്താലും 5 പൈസ തരില്ലെന്നാണ് അങ്ങേര് പറയുന്നത്. ഇനി എന്താണ് പ്ലാൻ? ആരെ കൊന്നിട്ടാണേലും ഞാൻ ആ കാശ് ഒപ്പിക്കും. അതുള്ള ചില വഴികളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. നോക്ക്, അടുത്ത ദുരന്തം വരുന്നതാണല്ലേ. ഇന്നലത്തെ കല്യാണം കാണലും പൊളിഞ്ഞല്ലേ. ഇനിയിപ്പോ ലൂയിസ് മുതലാളിയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അത് അമ്മാവൻ കാണിച്ച പണിയാ. അല്ലടാ, നിനക്ക് ഇപ്പൊ തന്നെ പെണ്ണ് കിട്ടണമെന്ന് ഇത്രയ്ക്ക് നിർബന്ധം, അത്രയ്ക്ക് മുട്ടിക്കണ? ഏയ് ആന്നുമല്ല, അവന് ജാതകദോഷം ഉള്ളതാ. ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇനി 40 വയസ്സ് കഴിഞ്ഞ് നടക്കാൻ. അത് മാത്രല്ലടാ, കുടുംബ വീട്ടിൽ വെച്ച് അവന്റെ കല്യാണം നടത്തോളെന്നും പറഞ്ഞ് മാധവേട്ടൻ നാട് മുഴുവൻ പറഞ്ഞു നടക്കുകയല്ലേ. അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല. കേസ് അവന്റെ ചേച്ചി ജയിച്ചില്ലേ, അവളത് വിൽക്കാൻ പോകുന്നാണ് പറഞ്ഞു കേട്ടത്. അത് ഞാൻ അറിഞ്ഞു. ആ വീട് വെക്കാൻ വേണ്ടി മെമ്പറും ബ്രോക്കറും കൂടി ആളെ തപ്പി ഇറങ്ങിയ കാര്യം. നന്ദിയില്ലാത്ത വർഗങ്ങള്. നീ അങ്ങനെ പറയല്ലേ. നിന്റെ ചേച്ചിക്ക് സ്ത്രീധനമെന്നും പറഞ്ഞ് വീടും വസ്തു എഴുതി കൊടുത്തത് നിന്റെ അച്ഛൻ. എന്നിട്ട് എവിടെയോ കിടന്ന ഒരു ഓഞ്ഞാവളിയനെ ഭർത്താവെന്നും പറഞ്ഞ് കെട്ടിച്ചു കൊടുത്തതാര്? അത് നിന്റെ അച്ഛൻ. അപ്പൊ ആ ദേഷ്യമൊക്കെ നിങ്ങളുടെ അടുത്ത് കാണാതിരിക്കൂ. ആ കാണിച്ചാൽ ലൂയിസ് മുതലാളിയോടുള്ള വാശിയും വൈരാഗ്യത്തിന്റെ കാരണം ഉള്ളതെല്ലാം കൂടെ കേസും വക്കാണോ ഒക്കെ പറഞ്ഞ് വിറ്റു തുലച്ചു. പിന്നെ ആ കൂടെ ഉള്ളത് ഇവന്റെ പേരിലുള്ള വഴിയില്ലാത്ത ആ പറമ്പ് മാത്രം. അതാണെങ്കിൽ ഒരു സൈഡിൽ ലൂയിസിന്റെ തോട്ടവും മറു സൈഡിൽ പുഴയും. അവിടെ വേണമെങ്കിൽ നിനക്കൊരു വീട് വെക്കാം. പക്ഷെ ഡെയിലി അച്ഛനും മക്കളും കൂടെ പുഴ നീന്തി അക്കരെ പോവേണ്ടി വരും. അതിന് വേറൊരു ഐഡിയ ഉണ്ട്. ഹെലികോപ്റ്റർ വാങ്ങിച്ച് അക്കരെ ഇട്ടാലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ സൗകര്യമായിരിക്കും. പഞ്ചായത്തിൽ നിന്ന് ലോൺ കൊടുക്കുന്നത് ഹെലികോപ്റ്ററിന് വേണ്ടി. നീ ഒന്ന് അപേക്ഷിച്ച് നോക്ക്, ചിലപ്പോ കിട്ടും. നിങ്ങൾ അവനെ ഇങ്ങനെ കളിയാക്കൊന്നും വേണ്ട. പ്രവി, വീടിന്റെ കേസ് എന്തായാലും കൈവിട്ടു പോയി. ഇനി കല്യാണം അതെങ്ങനെയും നടത്തിയേ പറ്റൂ. അതിന് പെണ്ണിനെ കിട്ടണ്ടേ? നിനക്ക് പ്രേമിക്കാൻ പറ്റൂ? നീ നടക്കണ കാര്യം എല്ലാം പറ. ഞാൻ സീരിയസ് ആണ്. ഇനി ഇങ്ങനെ വല്ലതൊക്കെ നടക്കൂ. ഇല്ലെങ്കിൽ ഇതിന്റെ അമ്മാവനും ലൂയിസും കൂടെ എല്ലാം കുളമായി കൈ തരും. എനിക്ക് എവിടെ നിന്ന് പെണ്ണ് കിട്ടാൻ?
ദേ നിൽക്കണ് മുനി ഇങ്ങനെ പ്രേമിച്ചല്ലേ കിട്ടിയത് അല്ലേ ലവ് ഫസ്റ്റ് സൈറ്റ് ഏത് പണി സൈറ്റ്? ഡേ പ്രവി, അനന്ത് പറഞ്ഞാലും കാര്യമുണ്ട്. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, ഏതിനെങ്കിലും ഒരുത്തിയെ കിട്ടും. എവിടുന്ന്? പെൺപിള്ളേർ ഒരിക്കലും നമ്മളെ തേടി വരൂല, നമ്മൾ അവരെ തേടി അവരുള്ളിടത്ത് പോണം, മനസ്സിലായ? അതെവിടെ? ബോംബെയിലാണെങ്കിൽ എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട്. ഓയ് ഇവന് കെട്ടാനാണ്, അല്ലാതെ മറ്റതിനല്ല. ഡേ ഈ സന്യാസിയെ പിടിച്ച് വെള്ളത്തിൽ മുക്കടാ. എവിടെയാണോ കൂടുതൽ പെൺപിള്ളേരുള്ളത് അവിടെ പോണം, മനസ്സിലായില്ലേ? അതായത് വുമൻസ് കോളേജ്, ഉത്സവ പറമ്പുകള്, പിന്നെ കുളിക്കടവ്, റേഷൻ കട, കുടുംബശ്രീ യൂണിറ്റ്, അങ്ങനെ എവിടെയൊക്കെ. ഈ നരച്ച കൊല്ലേ കൈ ബാക്കി അങ്ങോട്ടും കൂടെ പോകാൻ പറഞ്ഞ പോവോ. നീ നാളെ തന്നെ ഇവനെ കൊണ്ട് ഈ സ്ഥലത്തൊക്കെ ഒന്ന് പോവാം. എന്നിട്ട് ഒരെണ്ണത്തിന് റെഡിയാക്ക്, ചിലപ്പോ ഒത്താല. ചെയ്യാം. ഡേയ് ഒരെണ്ണത്തിനെ സെറ്റ് ചെയ്ത് കൊറേ ജീവിച്ച് പോട്ട്. ചെല്ല്. വാടാ പ്രവി, ഈ പറഞ്ഞല്ലേ നടക്കോട്ടെ. ഇനി ആ ഒരു വഴി നടക്കുന്നുണ്ടോ? നമുക്ക് നാളെ അവരുടെ കൂടെ അങ്ങ് പോയാലോ? എന്തിന്? ഇനി അവന് സെറ്റ് ആയില്ലെങ്കിലും നമുക്ക് ഓരോന്നിനെ സെറ്റ് ചെയ്തെടുക്കാം. എന്നാ വീട്ടിൽ ഇപ്പൊ പാനും ഷർട്ടും കഴുകിയിട്ട് വരാം. വേഗം വാ. ഞാനും വരാം. നമ്മുടെ പുറകെ കണ്ടുപോകരുത്. അഴി കത്തിച്ച് വീഡിയോയിലേക്ക് ഞാൻ ദിവസം ഒരു കഞ്ചാവും കാണണം. കുറെ നേരം കൊണ്ട് മനുഷ്യന് ഇറങ്ങുവച്ചേ, ഇറങ്ങ്, വെളിയിലോട്ട് ഇറങ്ങ്. അല്ല പിന്നെ മനുഷ്യനായിട്ട് ചുറ്റിക്കണേലും ഒരു പരിധിയില്ലേ? എന്താ പ്രശ്നം? പ്രവി, എടാ 1 മണിക്കൂറായി ഈ കൊച്ചു ഈ വണ്ടി കയറിയിട്ട്, കൊറേ നേരമായി ചുറ്റുന്നു. അതിന്റെ ആണെങ്കിൽ എത്ര ചോദിച്ചിട്ടൊന്നും പറയണമില്ല. ആകെപ്പാടെ ഉള്ളത് ഈ കൊച്ചിന്റെ ഈ സാധനമാണ്. ഇത് ആരെയും കൊടുത്തിട്ട് ആരും ഒന്നും പറയണമില്ല, അവർക്കൊന്നും മനസ്സിലാവണമില്ല. ഇതെന്തോന്ന്? അപ്പൊ നീ എന്നെ പോലെ തന്നെ എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഓ എങ്കിൽ ചേട്ടാ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചുണ്ടാക്ക്. എടാ ആകെപ്പാടെ ആ കൊച്ചിന്റെ കയ്യിൽ 110 രൂപ ഉള്ളൂ. 107 വരെ ഓട്ടായി. ഇനി തിരിച്ചു കൊണ്ടോ? എനിക്കെന്താ പ്രാന്താ? നീ ഈ അഡ്രസ് ആരെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞാണ്? എനിക്കേ മനസ്സിലായില്ല, പിന്നെയാണ് പിള്ളേർക്ക്. ഇതെന്തോന്ന് എഴുതിയേക്കണേ? പോൾ സി വയലിൽ വീട് കുന്നം തോടിപ്പിയോ. വെൽക്കം. പിന്നെ ആ പോഷൻ ഇത് പോളാറ്റന്റെ അഡ്രസ്സാണ്, അടുത്ത് തന്നെ പോ. അതിന് എവിടെ? നീ എന്നെ അങ്ങ് കൊണ്ടുപോയാ മതി. എനിക്ക് വൈകുന്നേരം സ്കൂൾ ഓട്ടമുള്ളത്. ഇനി പോളാട്ടൻ അന്വേഷിച്ച് ഞാൻ പോകാൻ പോണു. പിന്നെ ഇതായിരിക്കണം നിന്റെ ബിഷോപ്പർ. പൊന്നു കുഞ്ഞേ, ഇനി എന്റെ ഓട്ട കണ്ടു കഴിഞ്ഞാൽ വിളിക്കരുത് കേട്ടാ. പോട്ടാ. ഇംഗ്ലീഷ് പാക്കാൻ വയ്യാത്തോണ്ടാണ് ഈ പണിക്ക് ഇറങ്ങിയത്. ഇങ്ങനെയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ നാട് എങ്ങോട്ടടേ പോണത്. പോളാറ്റന്റെ വീട് ഇവിടെ അടുത്താണ്. ഞാൻ കാണിച്ചു തരാം. സമയത്ത് കറണ്ട് ബില്ല് അടയ്ക്കല്ലോ, ഒടുക്കത്തെ ചൂട്. അമ്മാ കഞ്ഞായ ഇവരെന്ത് ചെയ്യുന്ന സൂക്ഷിച്ച്. പ്രവി, ആരുടെ കൂടെ? നിനക്കും കിട്ടിയാളേ പെണ്ണ്. അപ്പൊ പാട്ടും പാടി നടന്നത് വെറുതെ ആയില്ല, ഒപ്പിച്ച് കളഞ്ഞല്ലേ കള്ളൻ. ഈ കൊച്ചു നിന്റെ അപ്പനെ അന്വേഷിച്ച് വന്നതാ. എന്റെ അപ്പനെ? ഓ ഈ കൊച്ചാ? എന്റെ അമ്മ അറിഞ്ഞ കൊലപാതകം നടക്കും. ഡേഞ്ഞു വാ. എവിടെ നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഓട്ടോക്കാരൻ വഴി തെറ്റിച്ച് കറങ്ങി നടപ്പാ. കയ്യിലാണെങ്കിൽ സാധനമുണ്ട്. ഇനി എനിക്ക് പിറക്കാതെ പോയ സഹോദരി വല്ലതും ആയിരിക്കുമോ? ഇനി ആയിരിക്കും. കൊളട്ടല്ലേ? അങ്ങേ രാവിലെ കുറ്റിയും പറിച്ചോട്ട് അങ്ങോട്ട് പോയി. എന്തായാലും ഞാനൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരാം. ആ കരിഞ്ഞ കളവന്റെ ഒരു ചായ ഇല്ലല്ലോ, പുല്ല്. ഹോ, ഇതൊന്നും അല്ലടേ. പിന്നെ പാവം വെറുതെ പിതാവിനെ സംശയിച്ചു. എന്റെ അപ്പൊ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഈ കുടുംബശ്രീയിലെ സാധനങ്ങളൊക്കെ മറിച്ച് വിൽക്കണ പരിപാടി. ഈ കൊച്ചാ സാധനം കൊണ്ടുവന്നത്. നിങ്ങളെ കാണാത്തോണ്ട് അച്ഛൻ കുടുംബശ്രീയിലോട്ട് പോയിട്ടുണ്ട്. ആ വേങ്ങോട്ടെട്, പൈസയൊക്കെ അച്ഛൻ അവിടെ കൊടുത്തോളാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ലോഷൻ അമ്മ, ലോഷൻ. ഹലോ, അതെ, ആ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തെങ്കിൽ വന്നാ മതി. റോഡ് സൈഡ് തന്നെ നിപ്പുണ്ട്. ആ
ഓക്കെ. ആഹാ അടിപൊളിയായി. എന്തായി? ഇപ്പൊ വരും. ഞാനാ വിളിച്ചത്. വിദ്യയല്ലേ? മനസ്സിലായി. ആ, ആ. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അതാ നിങ്ങൾ എന്ത് ചോദിച്ചിട്ട് മറുപടി പറയാത്തത്. പക്ഷേ ചെവിയേക്കാം. ആ അത് മനസ്സിലായി. അതുമല്ല, ഈ നാട് അവൾക്ക് പുതിയതാ. അതാ വഴി തെറ്റിയത്. എന്തായാലും ബസ് കയറ്റി വിടാതെ എന്നെ വിളിച്ചത് നന്നായി. ഇവൻ പറഞ്ഞതാ ബസ് കയറ്റി വിടാന്ന്. പിന്നെ ഞാനാ പറഞ്ഞ വേണ്ട, അറിയാന്നുള്ളവരോ വല്ലതും വിളിച്ചിട്ട് വിട്ടാ മതിയെന്ന്. അതെന്തായാലും നന്നായി. ഓ അതൊന്നും വേണ്ട, അതൊക്കെ എന്റെ സന്തോഷല്ലേ. ബൈ ദ വേ എന്റെ പേര് അനന്തു. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അയ്യോ. മാളു പോ വാ. ഓക്കെ ശരി. ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കും, എടുക്കണേ. ബൈ. ഡേയ് എന്തോന്ന്? ഒന്നുമില്ലടാ, ഇതൊക്കെ ചുമ്മാ. നീ വാ. വാ.